വിവാഹ സൽക്കാരത്തിനിടെ സഹോദരന്മാർ വെടിയേറ്റ് മരിച്ചു. അരുംകൊല സ്വത്ത് തർക്കത്തിന്റെ പേരിൽ. ബീഹാറിൽ പട്നയ്ക്കടുത്ത് ഗോപാൽപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഷാംപൂർ എന്ന ഗ്രാമം, അവിടെയാണ് ഈ സംഭവം നടക്കുന്നത്. പട്ന സ്വദേശികളായിട്ടുള്ള സഹോദരങ്ങൾ മനീഷ് കുമാർ, മഞ്ജീത് കുമാർ. മനീഷ് കുമാറിന്റെ പ്രായം 32 വയസ്സാണ്. മഞ്ജീത് കുമാറിൻ്റേത് 25 വയസ്സ്. ഈ രണ്ടുപേരുമാണ് കൊല്ലപ്പെടുന്നത്. ഒരു വിവാഹ സൽക്കാരത്തിൽ ആയിരുന്നു ആ സഹോദരന്മാർ. അപ്പോഴാണ് രണ്ട് പേരും ഭക്ഷണം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു സംഘം ആളുകൾ എത്തി വെടിയുതിർക്കുന്നത്. പ്രദേശവാസിയായിട്ടുള്ള ദൗലത്ത് റായ്, അവരുടെ മകന്റെ വിവാഹ സൽക്കാരത്തിനിടെയായിരുന്നു ഈ ആക്രമണം. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളൊക്കെ നടത്തുന്ന ആളുകളാണ് ഈ സഹോദരങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് രണ്ടുപേരും. മഞ്ജീത്തിനും മനീഷിനും നേരെ അങ്ങനെ ഈ അജ്ഞാത സംഘം വന്ന് വെടിയുതിർത്തു. 20 ബുള്ളറ്റുകൾ ഫയർ ചെയ്തു എന്നാണ് പറയുന്നത്. ആ മനീഷ് കുമാർ എന്ന ജ്യേഷ്ഠൻ സ്പോട്ടിൽ തന്നെ മരിച്ചു. മഞ്ജീത് കുമാർ ആശുപത്രിയിലേക്കുള്ള വഴിയിലാണ് മരണത്തിന് കീഴടങ്ങുന്നത്. ഷാഹ്പൂർ സ്വദേശി രാജ് കിഷോർ റായ് എന്ന ആളുടെ മക്കളാണ്. അദ്ദേഹത്തിന് 3 ആൺമക്കളാണ്. അതിൽ മൂത്തയാളും രണ്ടാമനുമാണ് ഈ അതിദാരുണമായി കൊല്ലപ്പെട്ടത്. 4-5 പേർ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ വിവാഹ സൽക്കാരത്തിന്റെ ആ ചടങ്ങ് നടക്കുന്നതിനിടയിൽ രാത്രി ഏതാണ്ട് 9:15 ഈ സംഭവം. വിവരം അറിഞ്ഞ ഉടനെ പോലീസ് സ്ഥലത്തെത്തി രണ്ടുപേരെയും അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും മരണം സംഭവിച്ചു എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയും ചെയ്തു. സ്ഥലത്തു നിന്ന് 3 വെടിയുണ്ടകൾ കണ്ടെടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. പ്രതികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്നും പോലീസ്. गोपालपुर थाने में पड़ता है. यहाँ पे दौलत राय जी के बेटे का रिसेप्शन चल रहा था. उसी में सूचना मिली कि घटना घटी है और 2 भाइयों को, जिनका नाम मनीष और मंजीत बताया जा रहा है, उनको गोली लगी. उन्हें उपचार के लिए NMCH ले जाया गया, परंतु वहां जाने के पहले ही उन दोनों की मृत्यु हो गई. घटना में कुछ पूर्व से चल रहे विवाद की बात सामने आई है और कुछ अभियुक्तों का नाम भी निकल कर आया है. बाकी कांड अनुसार मृतक का नाम सर क्या है? एक का नाम मनीष और एक का नाम मंजीत. क्या उम्र होगा दोनों का? दोनों का उम्र 25 से लेकर 35 के बीच में. अभी तक जो निकल कर आया दोनों ही सगे भाई है. कोई जमीन का मामला आ रहा है, विवाद का? पूर्व का विवाद है. एग्जैक्टली किसी का विवाद है ये इन्वेस्टिगेट करने के बाद आपको. कितनी गोली चली है? मल्टीपल राउंड्स गोली चली है. यहाँ पे 3 खोखा मिल रहा है. बाकी डॉक्टर की रिपोर्ट की बात की. ഏതാണ്ട് 40 വർഷം പഴക്കമുള്ള ഒരു സ്വത്ത് തർക്കം ആ നാട്ടിലുണ്ടായിരുന്നു എന്നാണ് ആ പ്രദേശവാസികൾ പറയുന്നത്. ഈ അവിടുത്തെ പട്ടീദാർ എന്ന് പറയും, ലാൻഡ് ഓണർ എന്നൊക്കെ പറയുന്ന പോലെ. ഈ പട്ടീദാറാണ് ഈ മറുവശത്ത്, അതായത് തർക്കം നിലനിൽക്കുന്നത് പട്ടീദാറുമായിട്ടാണ്. ഏതാണ്ട് 6 ഏക്കറോളം ഭൂമിയെ ചൊല്ലിയാണ് ഇവർക്കിടയിൽ തർക്കം. എന്താണെങ്കിലും അവരാണ് ഇതിന് പിന്നിൽ, ഈ ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നുണ്ട്. ഈ വിവാഹത്തിന്റെ സൽക്കാരത്തിലും ആ പട്ടീദാറും സംഘവും ഉണ്ടായിരുന്നു. അവരുടെ വെച്ചും ചെറിയ കശപിശ ഉണ്ടായതായെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ, കല്യാണത്തിന്റെ പാർട്ടിയിലെ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നതിൽ നിന്ന് ആ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് പോലീസ്. എന്താണെങ്കിലും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്. സ്വത്ത് തർക്കത്തിന്റെ പേരിലാണ് രണ്ടുപേരും കൊല്ലപ്പെട്ടത് എന്ന് തന്നെയാണ് പോലീസിന്റെയും നിഗമനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.